ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ജാൻസി മാഡത്തിൻ്റെ ഗാർഡനിൽ വെച്ചിരിക്കുന്ന മെറ്റൽ സ്റ്റാൻഡിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുകയുണ്ടായി, ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ ചെടികൾ ഹാങ് ചെയ്തിടാനും പൂച്ചട്ടികളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു, അത് കുറച്ച് മുമ്പാണ്. പക്ഷേ ഇപ്പോഴും പുതിയ വ്യൂവേഴ്സ് ഇതെങ്ങനെയാണ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ഈ പൂച്ചട്ടികളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഹാങ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ മനോഹരമായിട്ടുള്ള പൂക്കളുണ്ടായി ഹാങ് ചെയ്തെടുക്കുന്ന ചെടികളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വലിയ ചിലവില്ലാതെ തൂക്കിയിടാവുന്ന അല്ലെങ്കിൽ ചട്ടികളെടുത്ത് വയ്ക്കാവുന്ന സ്റ്റാൻഡ് പരിചയപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതലും വേസ്റ്റ് മെറ്റീരിയൽ, അതായത് നമ്മൾ ഡ്രസ് വർക്കോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പുതിയ വീടുകളുടെയൊക്കെ വർക്ക് കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന കമ്പികളും അതിൻ്റെ പൈപ്പുകളൊക്കെ ഉപയോഗിച്ചാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ, ചെറിയ പൈസ കൊടുത്ത്. അതും നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന ഇരുമ്പുകളൊക്കെ കിട്ടുന്ന കടകളിൽ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അതിൻ്റെ മോഡലൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞോണം സ്ഥലമൊക്കെ നമുക്ക് കുറച്ച് മതി. കുറേ ആളുകൾ പറയും നമുക്ക് സ്ഥലമില്ല ചെടികളൊക്കെ വെക്കാൻ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിലുള്ള സ്റ്റാൻഡുകളാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ മഴക്കാലം ആകുമ്പോൾ ചില ചെടികളും മഴക്കാലത്ത് നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റാതാവും. അതുപോലെ വേനൽക്കാലം ആകുമ്പോൾ വെയിലുള്ള കൂടുതലുള്ള സ്ഥലത്തു നിന്ന് എടുത്ത് നമുക്കൊന്ന് ഷെയ്ഡിലേക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഉൾപ്പെട്ട് നമുക്കിത് കൊണ്ടുപോകാവുന്ന രീതിയിൽ മാറ്റി വയ്ക്കാവുന്ന രീതിയിലാണ് പല സ്റ്റാൻഡുകളും ഞാൻ പൂന്തോട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പലർക്കും അത് പല വീഡിയോകളിലും കണ്ട് അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് ഇഷ്ടം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബോഗൺവില്ലയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഇതുപോലെ നിലനിലയായിട്ടുള്ള ഒരു സ്റ്റാൻഡിലാണ് ബോഗൺവില്ല നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ അന്ന് നിറയെ ചട്ടികൾ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പലരും അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ഉണ്ടാക്കുന്ന വിധമൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനതൊന്ന് ചട്ടികൾ കുറച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡിയ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സ്റ്റാൻഡ്. 5 നിലകളിലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. 1.5 അടി ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ്, ഇതാണ് സ്ക്വയർ പൈപ്പ്. ഇത് 1.5 ഇഞ്ച് പൈപ്പിന് 1.5 എന്ന് പറഞ്ഞാൽ മതി. 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ച് 12 അടി നീളത്തിലുള്ള പൈപ്പായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ 5 നിലകളിൽ. അപ്പം നമ്മൾ ഇതിനകത്ത് ഹൈറ്റ് നമ്മൾ വീതിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വലിയ ചട്ടികളാണ്. ഇപ്പോൾ ഇതൊക്കെ വലിയ ചട്ടികളാണ്. അതുപോലെയുള്ള വലിയ ചട്ടികളാണ് വെക്കുന്നുണ്ടെങ്കിൽ ഈ വെച്ചിരിക്കുന്ന നീളമുണ്ടല്ലോ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ചെറിയ ചട്ടികൾക്കാണെങ്കിൽ ഇത്രയും വേണ്ട. അതനുസരിച്ച് നിങ്ങൾ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വെയിറ്റ് ഇത് അറിയാൻ പറ്റും. അപ്പോൾ GI പൈപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അത് ഇതുപോലെ നിലകളായിട്ട് വെൽഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ചട്ടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡാണ് ഇത് ചെയ്യിപ്പിച്ചത്. ഞാൻ ആളോട് ചോദിക്കുമായിരുന്നു ഇതിൻ്റെ ഇതൊന്ന് പറഞ്ഞു തരാനായിട്ട്, പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഒരു മതിലിൻ്റെ സൈഡിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഒത്തിരി ചട്ടികൾ ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസൊന്നും പോവില്ല. സ്പേസ് ഇല്ല എന്നുള്ളൊരു വിഷമവും നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയയും കൂടി ഷെയർ ചെയ്യുന്നു. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടായി, ഒത്തിരി പൂക്കളുണ്ടായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. പല കളറിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. 10 മണി അല്ലെങ്കിൽ പിറ്റൂണിയെ പോലെയുള്ള ഏത് ഹാങ് ചെയ്തെടുക്കുന്ന ഇലച്ചെടികളായിക്കോട്ടെ, ഹാങ് ചെയ്തെടുക്കുന്ന ഏത് ചെടികളും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതുപോലെ നിരന്ന് ഇതുപോലെ ഹാങ് ചെയ്ത് നമുക്ക് ചട്ടികൾ ഇടാവുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടത്. വളരെ ഈസിയാണ്. നമുക്ക് മഴ വന്നാലോ വെയിൽ വന്നാലോ എവിടേക്കെങ്കിലും ഒന്ന് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇതുപോലെ ഉള്ള ഒരു സ്ക്വയർ പൈപ്പ് നമ്മൾ ഹോള് ചെയ്ത് വാർക്ക കമ്പി 1/2 mm 1 mm നമുക്ക് വാർക്ക കമ്പി അതേ ലെങ്ത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ഇതേപോലെ തന്നെ സ്ക്വയർ പൈപ്പിലേക്ക് നമ്മൾ ഹോള് ചെയ്ത്
കയറ്റുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ വെൽഡ് ചെയ്യാൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഇതേപോലെ മെഷീൻ ഉപയോഗിച്ച് തുളയ്ക്കാനായിട്ട് അറിയാവുന്ന ആൾക്കാരെ സമീപിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ വാടകയ്ക്ക് എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, അതിൻ്റെ താഴെ നമ്മളിതുപോലെ ഒരു സ്റ്റാൻഡ്, വീഴാത്ത രീതിയിൽ, മറിഞ്ഞു വീഴാത്ത രീതിയിൽ ഒരു സ്റ്റാൻഡ് ഇത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് എവിടേക്കെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് മാറി മാറി തണലത്തോ വെയിലത്തോ ഈ സ്റ്റാൻഡുകൾ നമുക്ക് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മഴ വന്നപ്പോൾ പിറ്റോണിയൊക്കെ എടുത്ത് പുറത്തായിരുന്നു, കാർ പോർച്ചിലേക്ക് സൈഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയും നമുക്ക് സ്റ്റാൻഡിന് വേറൊരു സ്റ്റാൻഡ് കൂടി ഉണ്ട്. ഇതും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. താഴെ നമുക്ക് വെക്കാം, എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയി നമുക്ക് വെക്കാം. എൻ്റെ തോട്ടത്തിലുള്ള ഏത് സ്റ്റാൻഡും ഞാൻ അതേ രീതിയിൽ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 2 നിലകളിലായിട്ട് നമ്മുടെ പൈപ്പിൽ സ്റ്റിയറിംഗ് പോലെ പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതിനു മുമ്പും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എങ്കിലും പുതിയ ആളുകൾക്ക് കാണുന്നതിനായിട്ടാണ്. നമുക്കിതുപോലെ ഒരു നീളമുള്ള പൈപ്പിൽ, നമ്മുടെ വീട്ടിൽ പഴയ പൈപ്പുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഴയ ഇരുമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ക്വയർ പൈപ്പ് വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിയറിങ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാൽ നമുക്ക് കുറേ ഹാങ് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ഇതിനകത്ത് ഇടാം കേട്ടോ. ഇത് കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് കിടക്കുന്നതെന്ന് നോക്കിയേ. നമ്മുടെ ടർട്ടിൽ വൈനും മറ്റ് ഇലച്ചെടികളൊക്കെ ഇതുപോലെ തൂക്കിയിട്ടുള്ളൊരു ഭംഗിയാണ്. നമുക്ക് എന്താ പറയുക, ചട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെക്കണേലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഒത്തിരി നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് പഴയ ഇരുമ്പിൻ്റെ ഒറ്റ കമ്പി കിടന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു സ്റ്റിയറിംഗ് ഉണ്ടാക്കി മണ്ണിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് മണ്ണിൽ സിമെൻറ്റിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതും ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാം, 10 മണികളിടാം. വെറുതെ ആ ഒരു കമ്പി നമ്മൾ ഇതുപോലെ സ്റ്റിയറിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് എത്രയാ 8, 9, 10 ചട്ടികളോളം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് പോലെ തൂക്കിയിടാം കേട്ടോ. ഇത് PVC പൈപ്പിൻ്റെ പഴയ പൈപ്പിൽ കയറ് ചുറ്റിയിട്ട് ഡാൻസിങ് ഗേളിൻ്റെ നമ്മുടെ ഓർക്കിഡ് നട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൈപ്പിൽ ചുറ്റി കഴിഞ്ഞിട്ട് പൈപ്പ് ഇതുപോലെ മണ്ണിൽ ഉറപ്പിക്കുന്ന ടൈപ്പിൽ നമ്മൾ എടുക്കണം. ആ പൈപ്പ് സിമെൻറ്റിൻ്റെ കട്ടയിൽ ഇതുപോലെ ഉറപ്പിച്ചിട്ട് നമുക്കത് എവിടെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോയി വെക്കാം. എവിടെ കൊണ്ടുപോയി മാറ്റിയാലും നമുക്ക് തണലിലോ ഒന്ന് മഴയത്തു നിന്നൊക്കെ മാറ്റി വെക്കണമെങ്കിൽ വെക്കാം. എന്നിട്ട് ഞങ്ങൾ ഈ PVC പൈപ്പിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഈ നമ്മുടെ ഓർക്കിഡ് തട്ട്, അതായത് ഓർക്കിഡ് കൂടെയാണിത്. ഇതുപോലത്തെ കൂട വാങ്ങിച്ച് നമുക്ക് സ്ക്രൂ ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലെ കയറും കൊണ്ട് ഉറപ്പിച്ചിട്ടോ നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി ഓർക്കിഡുകളും ഇതുപോലത്തെ ഡാൻസ് ഗേളിൻ്റെ ചെടികളൊക്കെ ഇതിനകത്ത് നമുക്ക് ഉറപ്പിച്ച് വെക്കാൻ പറ്റും. ഇതറിയാലോ, നമ്മുടെ മഴവെള്ളപ്പാത്തിയാണ്. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയാൽ മതി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെടികളൊക്കെ നമുക്ക് 2 തട്ടായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ, ഒരു തട്ടായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. പക്ഷെ 2 തട്ടാക്കി വെച്ചാൽ ഒത്തിരി ചെടികൾ അതിനകത്ത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മിനിയേച്ചർ സീനിയയാണത്. അതുപോലെ ഏത് സീസൺ ഫ്ലവറും, കാക്കപ്പൂവോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിങ്കയോ 10 മണികളോ ഒക്കെ ഇതുപോലെ സൂപ്പറായിട്ട് നടാൻ പറ്റും. അപ്പോൾ ഇതും ഒരു ഐഡിയയാണ്. ഇത് നമ്മുടെ കൊങ്ങിണി 2 കളർ മഞ്ഞയും ചുവപ്പും ഇടകലർത്തി നട്ടിരിക്കുന്നതാണ്. PVC പൈപ്പിൽ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ PVC പൈപ്പിൽ നട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ മുകളിലേക്ക് പടർന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റിയറിങ് നമ്മൾ കമ്പി ഇതുപോലെ ഉറപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് പടർന്ന് 4 വഴിക്ക് പോകില്ല. ഞാനിപ്പോൾ പ്രൂൺ ചെയ്യാറായി. പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ കട്ടയായിട്ട്, അതായത് നല്ല തിക്കായിട്ട് ഒത്തിരി ഇതളുകൾ വന്നിട്ട് ഈ സ്റ്റിയറിങ്ങിൽ ഇതുപോലെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഇത് വളർന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂൺ ചെയ്യാറായി. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് വീഡിയോ അത് എങ്ങനെയാണ് മുകളിലേക്ക് പടർത്തി സ്റ്റിയറിങ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ സ്റ്റാൻഡുകൾ മാത്രം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ പല സ്റ്റാൻഡുകളുണ്ട് കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിൽ. ഒത്തിരി ചെടികൾ നമുക്ക് വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡിയ.
ഇവിടെയും എൻ്റെ ചാർലി ഉണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ പുതിയ കൂട്ടുകാർക്ക്. കൊങ്ങിണി പൂ ഇതുപോലെ നടാം. അതുപോലെ വെള്ള കൊങ്ങിണിയും നമ്മൾ ഇതുപോലെ PVC പൈപ്പിൽ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതും ഇതുപോലെ PVC പൈപ്പിൽ നട്ടിരിക്കുന്ന വെള്ള കൊങ്ങിണിയാണ്. ഒരു ചെടിയുടെ കൂട്ടം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. എങ്കിലും ഞാനത് വെച്ചിരിക്കുന്നത് ഒന്ന് ഷെയർ ചെയ്യാണ്. ഇത് നോക്കൂ, നമ്മൾ ചട്ടികൾ വെറുതെ നിലത്ത് ഇങ്ങനെ നിരത്തി വെക്കുന്നതിലും നല്ലത് നമുക്കിതുപോലെ വല്ല സിമെൻറ്റിൻ്റെ എന്താ പറയുക സ്ലാബുകൾ പൊളിച്ചതോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് ഒന്ന് എന്താ പറയുക മാറ്റുന്ന സ്ലാബുകളോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സിമെൻറ്റും മണലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. സ്ലാബുകൾ ചെറിയ ചെറിയ സ്ക്വയറായിട്ട് വാർത്ത് എടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ തട്ടായിട്ട്, ഇപ്പോൾ ഇതൊരു തട്ട്, ഇത് വേറൊരു തട്ട് ഉണ്ടോ, ഇതൊരു വേറെ തട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഒരു നിര. അതുപോലെ അതിൻ്റെ കുറച്ച് പൊക്കത്തിലേക്ക് വേറെ തട്ടായിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെടികൾ കൂട്ടം കൂടി നിന്ന് ഉണ്ടാകുന്ന ഭംഗി അത് വേറെ ഒന്ന് തന്നെയാണ്. ഒരു പൂച്ചെടി കൂട്ടങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് തണലുള്ള സ്ഥലത്ത് തണലത്ത് വയ്ക്കുന്ന ചെടികൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ. അതുപോലെ ഇതും ഒരു സ്റ്റാൻഡാണ്. കളഞ്ഞിട്ടിരുന്ന ഇരുമ്പിൻ്റെ പൈപ്പുകളും ഈ ഡ്രസ് വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ കിട്ടിയ കഷ്ണങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഒരു ബെഞ്ച് പോലെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ബെഞ്ച് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഈ അടീനിയ പോലെയുള്ള ചെടികളുണ്ടല്ലോ, അത് മഴ നനയാതെ എടുത്തു വയ്ക്കാനും, അതുപോലെ കൂടുതൽ മഴയത്ത് വെച്ചാൽ പ്രശ്നം ഉണ്ടാകുന്ന നമ്മുടെ ചൈനീസ് ബാൾസം, നമ്മുടെ പിറ്റൂണിയ, ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പല സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡുകളാണെങ്കിൽ നമുക്ക് ആ സ്റ്റാൻഡുകൾ മാത്രം പിടിച്ചു കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ ചെടികൾ അടുക്കി വയ്ക്കാൻ പറ്റും. ഇത് PVC പൈപ്പിൽ 10 മണികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വേറൊരു ടവറാണ്. ടവർ പോലെ നമുക്ക് കുറേ ബോക്സ് അല്ലെങ്കിൽ കുറേ ചട്ടികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നുകളൊക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ 10 മണി നട്ടിട്ടുള്ളൂ, പൂവ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും PVC പൈപ്പിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എസ്കുളത്ത് ഉപയോഗിച്ച് നമുക്കിതുപോലെ ഉപയോഗിച്ച് നമുക്ക് തൂക്കിയിടാം. അല്ലെങ്കിൽ ഇതുപോലെ കണ്ടോ, അപ്പോൾ 4 വശത്തും സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു സ്ക്രൂമിയാണ് നമ്മൾ ഓരോ ബോക്സും പിടിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ PVC പൈപ്പിൽ. അതും ഇതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി കൊണ്ടുപോകുന്ന രീതിയിൽ ഇതുപോലെ സിമെൻറ്റ് കട്ടകളിലാണ് ഇറക്കി വെച്ച് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ സിമെൻറ്റ് കട്ടയിൽ നിന്ന് ഇത് നമുക്ക് എടുത്ത് നിഷ്പ്രയാസം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ PVC പൈപ്പിൽ കയറ് ചുറ്റിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ചട്ടികൾ ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്താൽ ഇവയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണമെങ്കിൽ നമുക്ക് സ്പേസ് നോക്കി നടക്കേണ്ട നമ്മൾ. അതുണ്ടോ, ഇതൊക്കെ ഞാനിതുപോലെ ഷെയ്ഡിൽ വെച്ചിരിക്കുകയാണ്, മഴ കൊള്ളാതിരിക്കാനും എന്നാൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന രീതിയിലും അതിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അതുപോലെ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡുകളാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ഷെയർ ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഇതെല്ലാം ഉണ്ട് എങ്കിൽ കൂടിയും പുതിയ വ്യൂവേഴ്സിന് അതൊന്ന് കാണാം. ആ ലിങ്ക് ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. കുറേ ഉപകാരം നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഉപകാരപ്പെടുമായിരിക്കാം. ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചെടികൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡുകളും അതിൻ്റെ തൂക്കിയിടുന്ന ഹാങ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡുകളൊക്കെ കേട്ടോ. ഇതുപോലെ മനോഹരമായിട്ട് ഒത്തിരി ചട്ടികൾ നമുക്ക് വെച്ച് സ്റ്റാൻഡുകളിൽ ഇതുപോലെ നമുക്ക് പൂക്കളുടെ ഒരു നിറവസന്തം തന്നെ തീർക്കാം. ഇത് 5 നിരകളിലായിട്ട് ആ ചട്ടികളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ പൂക്കളൊക്കെ എന്ത് മനോഹരമാണെന്ന് നോക്കൂ.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ